ഹലോ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പ്രകൃതി രമണീയമായ അതിസുന്ദരമായ കടലും തോടും തെങ്ങും എല്ലാം കൊണ്ടും നല്ല ഭംഗിയായിരിക്കുന്ന നമ്മുടെ പ്രദേശം നീരൊഴുക്കും ചാൽ എന്ന എൻ്റെ നാട്ടിൽ തന്നെയാണ്. എൻ്റെ നാടിൻ്റെ ഭംഗി നിങ്ങൾ ആസ്വദിക്കൂ. കണ്ടോ എന്താ ഭംഗിയല്ലേ. അപ്പം ഞാൻ റോഡ് സൈഡിലായിട്ട് ഒരു കുഞ്ഞ് മോൻ ഇരുന്നുകൊണ്ട് മിഠായി കച്ചവടം നടത്തുന്നുണ്ട്. അത് അവിടെ നിൽക്കുന്നുണ്ടോ, അത് എൻ്റെ അനുജത്തിയാണ് കേട്ടോ. എൻ്റെ കൂടെ എൻ്റെ അനുജത്തി കൂടി ഉണ്ട്. നമുക്ക് ഈ കുഞ്ഞുമോൻ്റെ കച്ചവടത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഓക്കെ. ഹായ്, ഹായ്. എന്താ വിശേഷം? നല്ലന്നെ. എന്താ മോൻ്റെ പേര്? അൽ-അമീൻ. അൽ-അമീൻ, നല്ല പേരാണല്ലോ. ഒറ്റയ്ക്കേ ഉള്ളൂ? ഇക്കാക്ക വീട്ടിലുണ്ട്. ഇക്കാക്ക എന്തിന്ന് വരാത്തെ? അറിയില്ല, പകുതിക്കുന്ന് വന്നിട്ട് പോയി. പകുതിക്കുന്ന് വന്നിട്ട് പോയി. പഠിക്കാനുണ്ടാവും അല്ലേ? വെക്കേഷൻ അല്ലേ ഇപ്പോൾ? മോനിപ്പോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. ഇനി എത്രാം ക്ലാസ്സിലേക്ക്? 3ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. 3ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. ആയിവ. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷയൊക്കെ? നല്ല തന്നെ. പിന്നെ എന്തൊക്കെ മിഠായിയാണ് ഉള്ളത്? ഇത് പിങ്കോ, ഇത് ചോപ്പ്, രണ്ട് ഒരേ മുട്ടായാണ്. ഇത് കടല മുട്ടായിൻ്റെ വേറെ, ഇതും കടല മുട്ടായി. ഇത് പോപ്പിൻസ്, ഇത് സോൺ പാപ്പടി, ഇത് കേക്ക്, ഇത് ഉറുപ്പൻ്റെ മുട്ടായി, മാങ്ങനുണ്ട്, ഓറഞ്ചിനുണ്ട്, ക്രീം ബണ്ണ്. പിന്നെ ഇതിന് 5 റുപ്യ, ഇതിന് 6 റുപ്യ. അയ്യോ, ഈ പെന്നിന് ഒന്നിന് 5 റുപ്യ. പെന്നിന് ഒന്ന് 5 രൂപ. നല്ല അടിപൊളി പെന്നാണല്ലോ. പെന്ന്. എന്താ മോൻ്റെ ഉപ്പാൻ്റെ പേരെന്താ? ഹിലാലുദ്ദീൻ. ഹിലാലുദ്ദീൻ. ഹിലാലുദ്ദീൻ ഇപ്പോൾ എവിടെയാ? ഗൾഫിൽ വർക്ക് ചെയ്യാണല്ലേ. ഉമ്മയുടെ പേര്? ആയിഷബി. ആയിഷബി. കാക്കാൻ്റെ പേരെന്താ? കാക്കൻ്റെ പേര് അശോക്. അശോക് ഇപ്പോൾ എത്തിയല്ലോ. വന്നു. അശോക് മോരുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മോരും കച്ചവടം ഉണ്ടോ? ആഹാ, ഇത്ര മോര് ആദ്യമായിട്ട് കൊണ്ടുവന്നതാ മോര്. എത്ര പൈസ മോരിന്? 1 ഗ്ലാസ് 10 രൂപ. നല്ല അടിപൊളിയാണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓരോ മിഠായി എടുക്കാം അല്ലേ? അപ്പോൾ ഞങ്ങൾ ഇത് വേറെ ആരും അല്ല കേട്ടോ, ഞങ്ങൾ അനുജന്മാർ തന്നെയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ അനിയന്മാർ തന്നെയാണ്, അശോക്, അൽ-അമീൻ. ഈ രണ്ടുപേരും കൂടെ വെക്കേഷന്, നമുക്കറിയാം നമ്മുടെ കുട്ടികളെല്ലാം തന്നെ വെക്കേഷന് ചുമ്മാ കളിച്ച് നടക്കുമ്പോൾ, കുട്ടികൾ കളിക്കും വേണം, കളിക്കാതിരിക്കാനും പാടില്ല. കുട്ടികളുടെ കളിയൊക്കെ കുട്ടികളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾ കളിയോടൊപ്പം തന്നെ അവരുടെ മിഠായി കച്ചവടം കൂടി നടത്തുകയാണ്. എപ്പോഴും ഈ കുട്ടികളുടെ ഇത്തരത്തിലുള്ള വാസനകൾ, അതായത് കച്ചവടം മറ്റ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഇങ്ങനെ തെരാപ്പേര നടന്നിട്ട് സമയം കളയാതെ ആവശ്യത്തിന് കളിക്കുക, പഠിക്കുക, ബാക്കി സമയങ്ങൾ ഇതുപോലുള്ള നല്ല കച്ചവടങ്ങൾ കൂടി ചെയ്ത് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി അടുത്ത അധ്യയന വർഷത്തിലേക്ക് പോകുമ്പോൾ പുസ്തകങ്ങളും പേനയും ഒക്കെ വാങ്ങിക്കാനായിട്ട്, ബസ്സിൻ്റെ പൈസയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓരോ മിഠായിയൊക്കെ വാങ്ങിക്കാം അല്ലേ? കുട്ടികൾക്കൊരു പ്രോത്സാഹനം ആയിക്കോട്ടെ. എന്നാൽ തുടങ്ങിക്കോ, എടുത്തു കൊടുക്കേ. അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ നാട്ടിൻപുറമാണ് കേട്ടോ. നമ്മുടെ നാടിതാണ് നീരൊഴുക്കുംചാൽ. മാടായിലെ നീരൊഴുക്കുംചാൽ എന്ന പ്രദേശമാണ്. ഇത് നമ്മുടെ അനുജന്മാർ തന്നെയാണ് ഇവിടെ കച്ചവടം നടത്തുന്നത്. ഈ കുട്ടികളുടെ മിഠായിയൊക്കെ വിൽപ്പനയൊക്കെ നമുക്ക് കണ്ടപ്പോൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ സാധിക്കില്ല. എന്താ അവരുടെ സന്തോഷം കണ്ട അവരുടെ മിഠായിയൊക്കെ എടുത്തു തരുമ്പോൾ ഒരു സന്തോഷം നോക്കിയേ. അങ്ങനെ നമ്മുടെ
കുട്ടികളുടെ കയ്യിൽ നിന്ന് നമ്മൾ കുറച്ച് മിഠായിയും പെന്നും ഒക്കെ വാങ്ങിച്ച് ഇവരെന്തൊക്കെയാണ് കച്ചവടം ചെയ്യുന്നത്. ഇവരുടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചു കേട്ടോ. എല്ലാ സാധനങ്ങളും ഓരോന്ന് വെച്ച് ഒന്നും രണ്ടൊക്കെ വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി അതുകൊണ്ട് എല്ലാ സാധനവും വാങ്ങിച്ചുകൊണ്ട്. എൻ്റെ ഇക്കാക്കൻ്റെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇക്കാക്ക എത്രാം ക്ലാസ്സിലേക്കായതിന് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? 6ലേക്ക്. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷയൊക്കെ? എങ്ങനെയുണ്ട് ഇപ്പോൾ? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ? ചങ്ങായിമാരൊക്കെ മിഠായിയൊക്കെ വാങ്ങിച്ചിട്ട് പൈസയൊക്കെ തരുന്നുണ്ടോ കേട്ടാ? അല്ല, അവർ ഭയങ്കര സന്തോഷത്തിലാണുള്ളത് കേട്ടോ. ഇങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു അനാവശ്യമായിട്ട് സമയം കളയാതെ കിട്ടിയ സമയത്ത് ചെറിയ കച്ചവടമൊക്കെ ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന എന്താ പൈസ ഉണ്ടാക്കിയിട്ട് എന്താ പരിപാടി? പൈസ കിട്ടിയിട്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് പറയുന്നത് അല്ലവൻ കുട്ടിയും മോൻ പറയുന്നത് എന്താ അറിയോ? മിഠായിയൊക്കെ വിറ്റ് പൈസയൊക്കെ കൂട്ടി വെച്ച് വലുതാവും വലിയ കാറൊക്കെ വാങ്ങിക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവരുടെ ആഗ്രഹം സാധിക്കട്ടെ അല്ലേ. അതുപോലെ കച്ചവടങ്ങൾ നല്ല ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ടാകട്ടെ. അപ്പോൾ സ്കൂൾ തുറന്നാലും ഉണ്ടാവോ? അവധി ദിവസം ഉണ്ടാവോ മിഠായി കച്ചവടം? വെറുതെ കളയണ്ട കേട്ടോ സമയമൊന്നും. നന്നായി പഠിക്കുക, മിഠായി കച്ചവടമൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് വേറെ ആരല്ല, നമ്മുടെ ജിസ്നാസ് വ്ളോഗ് 2K26. അപ്പോൾ ഇത് ഇവരുടെ ഇത്താത്തയാണ് കേട്ടോ. കുട്ടികൾ നമ്മുടെ തന്നെയായിരുന്നു, കുഞ്ഞുനാൾ മുതലേ നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇത്താത്ത എന്ന് വിളിച്ച് ശീലിച്ച് ഇപ്പോഴും അവരുടെ സ്നേഹമുള്ള ഇത്താത്തയാണ്. അപ്പോൾ ഇത്താത്തിൽ നിന്ന് മുഴുവൻ മിഠായിയൊക്കെ വാങ്ങിച്ച് എൻ്റെ മിഠായിയൊക്കെ കണക്ക് കൂട്ടിയിട്ട് നമുക്ക് എത്ര പൈസയായി നോക്കാം. ഒരു സംഭാരം കൂടി ഇത്താത്തൊക്കെ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൂടി കൊടുക്കുക. നല്ല ടേസ്റ്റുള്ള സംഭാരം തന്നെ കുട്ടികൾ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് കേട്ടോ. 10 രൂപയാണ് ഒരു ഗ്ലാസ്സിന്. $68 രൂപയായുള്ളൂ അല്ലേ? ഒന്ന് എള്ളുണ്ടി എടുത്തോ. ഇവർക്കെല്ലാം കൊടുത്തേ നമ്മൾ പോകാം. എന്തെല്ലാം വേണ്ടടാ പറഞ്ഞേ? എന്തൊക്കെയാ വേണ്ടേ? അവർക്ക് വേണ്ടതും കൊടുക്കുക. മതിയാ? ഇത്ര വേണ്ടോ? ഇങ്ങൊന്നും വേണ്ട. എല്ലാം കൂടെ വാങ്ങിച്ചിട്ടും 82 രൂപയായിട്ടുള്ളൂ. ബാക്കി വേണ്ട കേട്ടോ. 100 രൂപ അവിടെ വെച്ചോ. ബാക്കി എടുക്കണ്ട കുട്ടപ്പാ, അവൻ ചില്ലറ പെറുക്കുവാണ്. ഓക്കെ, ചേച്ചി വാങ്ങിക്കണ്ട. ഓക്കെ. എന്നിട്ട് കുറേ മിഠായിയൊക്കെ ചിലവായില്ലോ. സന്തോഷമായ രണ്ടുപേർക്കും? സന്തോഷമായ? ഇത്താത്ത കുറേ മിഠായിയൊക്കെ വാങ്ങിച്ചല്ലേ. അപ്പോൾ ചെറിയ ചങ്ങായിയൊക്കെ ഇവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ടോ? അപ്പോൾ ഇവരൊക്കെ ആണ് ചങ്ങായിമാരൊക്കെ നല്ല പ്രോത്സാഹനമാണ്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന എല്ലാവരും, ഈ നാട്ടിലുള്ള എല്ലാ കുഞ്ഞുമക്കളും ഇതുപോലെ നല്ല നല്ല കച്ചവടങ്ങളൊക്കെ ചെയ്ത് നല്ല ഇതിലൊക്കെ ഏർപ്പെടുത്തിയിട്ട് സമ്പാദ്യശീലമൊക്കെ വർദ്ധിപ്പിക്കുക, നല്ല മക്കളായി വളരുക. ഇനി ഇതുവഴി വരുന്നവരൊക്കെ ഒരു മിഠായിയൊക്കെ വാങ്ങിച്ച് നമ്മളെ പിള്ളേരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഒന്ന് ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഹായ്. കുട്ടന്മാർക്ക് സന്തോഷമായി. ഓക്കെ, ഹായ് തത്താ. ഹായ് പറഞ്ഞേടാ. ഓക്കെ, ശരി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. ഓക്കെ, ബൈ.